സംഭവബഹുലമായിരുന്നു ഇന്നത്തെ വാർത്താപ്പകൽ. കേരളം ആരു നയിക്കും എന്ന് തീരുമാനിച്ച ഒരു വാർത്താപ്പകൽ. നാളെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ്, മുഖ്യമന്ത്രി അടക്കം. മാരത്തോൺ ചർച്ചകൾക്കും വെട്ടിത്തിരുത്തലുകൾക്കും ശേഷം ടീം VDS റെഡി. രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും കെ മുരളീധരനും പ്രധാന വകുപ്പുകളോടെ മന്ത്രിമാരാകും. എം ലിജുവും PC വിശ്വനാഥും ബിന്ദു കൃഷ്ണയും അടക്കം പുതുമുഖങ്ങൾ ഏറെയുള്ള മന്ത്രിസഭയിൽ അപ്രതീക്ഷിത സാന്നിധ്യമായി OJ ജനീഷും റോജി M ജോണും ഇടം പിടിച്ചു. IC ബാലകൃഷ്ണനും KA തുളസിയും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കിടും. അർഹതയുള്ള പലരും പുറത്തു നിൽക്കുകയാണെന്നും സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് മന്ത്രിസഭാ രൂപീകരണമെന്നുമാണ് പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയോടൊപ്പം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF-ൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞയാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ശംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി M ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T സിദ്ദിഖ്, ശ്രീമതി KA തുളസി, സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ OJ ജനീഷ്, സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറോ. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ. കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. ചരിത്രത്തിലാദ്യമായി 2 പട്ടികജാതി മന്ത്രിമാർ വരികയാണ്. സമീപകാലത്തെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ടീം VDS യഥാർത്ഥത്തിൽ ടീം KC ആണ്. അർഹരായ പലരെയും പുറത്തു നിർത്തേണ്ടി വന്നുവെന്ന് നിയുക്ത മുഖ്യമന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. എങ്കിലും ഏറെക്കുറെ സാമുദായിക പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്യാബിനറ്റ് ആണോ ഇത്? അരുൺകുമാർ, സാമുദായിക സമവാക്യങ്ങൾ, പ്രാദേശികമായ ഒരു വികാരങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് UDF-ന്റെ മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളാണ് ഏറെ വൈകിയത്. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് സർപ്രൈസായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭ അത് പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ഇതിൽ പലരും പുറത്തായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ പലരെയും, നേരത്തെ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. തിരുവനന്തപുരത്ത് തന്നെയുള്ള N ശക്തനെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അങ്ങനെ അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നു. അങ്ങനെ നിരവധി പരിചയസമ്പന്നരായ മന്ത്രിസഭയിൽ ഇടം പിടിക്കാൻ യോഗ്യരായ പലരെയും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം അതിൽ കാരണമായത് സാമുദായിക സമവാക്യങ്ങളാണ്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രാദേശികമായ പല പരിഗണനകളും നോക്കുമ്പോഴാണ് പലരും പുറത്താകുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഈ തവണ മന്ത്രിമാരില്ല എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 പിടിച്ചെടുത്ത ജില്ലയാണ്. പക്ഷേ അവിടെ ഒരു മന്ത്രിമാർ പോലും ഇല്ല എന്ന ഒരു വികാരം അവിടെ പ്രാദേശികമായി UDF പ്രവർത്തകരിലുണ്ട്. അതൊരു പ്രയാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം കോഴിക്കോട് ജില്ലയിലുണ്ടായത്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും മികച്ച മന്ത്രിമാർ, അതിൽ മുൻ മന്ത്രിമാരായി നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് രമേശ് ചെന്നിത്തലയും AP അനിൽകുമാറും K മുരളീധരനുമാണ്. ഇവരെ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. അതിൽ ആദ്യമായി MLA ആയ ആളുകളെ പോലും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയെന്നാണ്. അത് KA തുളസിയും സമാനമായി ബിന്ദു കൃഷ്ണയുണ്ട്. അതേപോലെ തന്നെയാണ് OJ ജനീഷ് കുമാറും. അതുവരെ 3 പേരും പുതുതായിട്ട് നിയമസഭയിൽ എത്തിയതാണ്. അവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. 2 വനിതാ മന്ത്രിമാരുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ക്യാബിനറ്റ് പദവിയിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ വന്നിരിക്കുന്നു. അങ്ങനെ 3 ക്യാബിനറ്റ് പദവിയിലേക്ക് വനിതാ MLA-മാർ എത്തിയെന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയോടെയാണ് UDF മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. 10 വർഷത്തിന് ശേഷം UDF-ന് ലഭിക്കുന്ന ഭരണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും UDF-ന്റെ പ്രവർത്തകർക്കുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനത്ത് പ്രവർത്തകർ ഒന്നാകെ സംഘടിച്ചിരിക്കുന്നു. നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. താങ്ക് യു. റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.